നീ എന്താ ആഹാരമൊക്കെ കഴിച്ചില്ലേ? നിനക്കിവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോന്ന് അറിയാൻ വേണ്ടി വന്നേ. പിന്നെ നമുക്ക് കുറച്ചു നേരം കൊച്ചു വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യാം. എന്താ? അമ്മേ, ദേവി, എന്നെ ഇയാളിൽ നിന്നും കാത്തോളണേ. എന്റെ മൂകാംബിക ദേവി, എന്നെ രക്ഷിക്കണേ. ദേവുട്ടി, നീ പരിഭ്രമിക്കണ്ട. നിന്നെ ഉപദ്രവിക്കാൻ ഇയാൾ ശ്രമിക്കുകയാണെങ്കിൽ സ്വന്തം സുരക്ഷയ്ക്ക് വേണ്ടി നിനക്ക് ശക്തിയായി ഞാൻ കൂടെ ഉണ്ടാവും. ധൈര്യമായിട്ടിരുന്നോളൂ. എന്താ കണ്ണടച്ച് കളിക്കാണോ? നീ എന്താ എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നേ? ആദ്യമായിട്ട് കാണുന്ന പോലെ. എത്ര നാളായി നിന്നെ ഞാനൊരു മോഹമായിട്ട് ഇങ്ങനെ കൊണ്ടു നടക്കുന്നു. മര്യാദയ്ക്ക് നിന്റെ വീട്ടുകാരോട് ഞാൻ ആലോചിച്ചപ്പോ നിന്റെ അച്ഛനും നിനക്കും ഒന്നും അതിന് താല്പര്യമില്ല. പക്ഷേ ഭാഗ്യം എന്റെ കൂടെയാ. അതുകൊണ്ടല്ലേ ഇതുപോലൊരു സ്ഥലത്ത് നിന്നെ എനിക്ക് തനിച്ചു കിട്ടിയത്. നിന്റെ പോരായ്മകളൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല. നീ സമ്മതിച്ചാൽ ഇപ്പോഴും നിന്നെ കല്യാണം കഴിക്കാൻ ഞാൻ തയ്യാറാ. എന്താ, നിനക്ക് സമ്മതമല്ലേ? ഇങ്ങനെ മസിൽ പിടിക്കാതെ മോളെ, ഈ ചേട്ടൻ പറയുന്നൊന്ന് അനുസരിക്കേ. നിനക്കൊരു കുറവും വരാതെ ഞാൻ നോക്കിക്കോളാം. അപ്പൊ ഇതായിരിക്കും ആ സ്ത്രീ പറഞ്ഞ ഗോഡൗൺ. പവിത്രനും കൂട്ടാളികളും ചിലപ്പോ ഇവിടെ തന്നെ ഉണ്ടാവും. നോക്കിയിട്ട് തന്നെ കാര്യം. എടുത്തെന്ത് ഇവിടെ? എന്താ, എന്ത് വേണം? എന്ത് വേണമെന്ന് ഞാൻ പറയാം. അല്ല, നിങ്ങളാരാ? ഞങ്ങൾ ആരെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? അപ്പം ഞാൻ ഊഹിച്ചതൊക്കെ ശരിയായിരുന്നല്ലേ? എന്നെ ഇവിടെ തടവിലിട്ടിരിക്കുന്നത് എൻ്റെ ചേട്ടൻ തന്നെയാ. അതും ഭാര്യയുടെ സപ്പോർട്ടോടുകൂടി. എൻ്റെ ഊഹങ്ങളൊന്നും തെറ്റിയിട്ടില്ല. ഏയ്, അല്ല, നിങ്ങൾ എന്തിനാ വന്നെന്ന് പറഞ്ഞില്ലല്ലോ. അതിപ്പോ നിങ്ങളോട് പറയേണ്ട കാര്യമില്ലല്ലോ. ഇതൊക്കെ ഞങ്ങളുടെ ഏരിയ. പുറത്തുനിന്നൊരാൾ ഇവിടേക്ക് വരണമെങ്കിൽ അതിന്റെ കാര്യവും കാരണമൊക്കെ ഞങ്ങൾക്ക് അറിയണം. ഓ, അപ്പോ കാര്യവും കാരണവും ഒക്കെ അറിഞ്ഞാലേ നിങ്ങൾ എന്നെ ഇതിനകത്തേക്ക് കയറ്റൂ അല്ലേ? അതെ, അത്രേ ഉള്ളൂ. എങ്കിലേ
ഈ ഗോഡൌണും ഇതിനോട് ചേർന്ന് കിടക്കുന്ന വസ്തുവും വാങ്ങിയാ കൊള്ളാവുന്ന എനിക്കുണ്ട്. അതൊന്ന് നോക്കി കാണാൻ വേണ്ടി വന്നതാ. എന്താ ഇപ്പോ കാര്യവും കാരണവും ഒക്കെ ബോധ്യായില്ലേ? അതിനിത് വിൽക്കാനിട്ടിരിക്കുകയല്ലോ. എന്നാര് പറഞ്ഞു? ഈ സ്ഥലം വിൽപ്പനയ്ക്ക് ഇട്ടിരിക്കുകയാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാ ഞാൻ ഇവിടെ വന്നത്. നിങ്ങൾ ആര് പറഞ്ഞിട്ടാ ഈ സ്ഥലവും കെട്ടിടമൊക്കെ വാങ്ങാനെത്തിയത്? അതൊന്നും നിങ്ങളെ ബോധിപ്പിക്കേണ്ട ആവശ്യം എനിക്കില്ല. എങ്കിലേ അധികം ഇവിടെ നിന്ന് കറങ്ങണ്ട, വേഗം വന്ന വഴിക്ക് വിട്ടോ. വന്ന വഴി തിരിച്ചു പോകാനൊക്കെ എനിക്കറിയാം. പക്ഷേ വന്ന ആവശ്യം നടക്കാതെ ഞാൻ പോവില്ല. എങ്കിൽ അതൊന്ന് അറിയണമല്ലോ. ശരി, ചേട്ടന്മാർക്ക് എന്നെ തടയുകയോ ആക്രമിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ദേ, സ്ഥലം ഡിവൈഎസ്പിക്ക് ഇതിപ്പോ ലൈവായിട്ട് പോയിക്കൊണ്ടിരിക്കുക. വന്നാട്ടെ. ഏയ്, എന്താ എന്താ കളിയത്? ക്യാമറ ഓഫ് ചെയ്യാനല്ലേ പറഞ്ഞേ? നിൽക്കൂ. അപ്പോസേ, മുഖം മറച്ചോടാ. ആ പെണ്ണിതും കൊണ്ട് പോയി. അവളെ ഇവിടെ നിന്ന് കാണുന്നില്ലല്ലോ. എന്തോ കുഴപ്പമുണ്ട്. നമുക്ക് പവിത്രൻ ചേട്ടനെ വിളിക്കാം. ബാ. കാര്യങ്ങളൊക്കെ ഉദ്ദേശിച്ച പോലെ നല്ല രീതിയിൽ കലാശിക്കുകയാണെങ്കിൽ ഈ വിക്രമന്റെ സമയം അങ്ങ് തെളിയും പവിത്ര. അങ്ങനെ വന്നാ ഇതുപോലുള്ള ഡ്യൂപ്ലി കൊട്ടേഷന്റെ പിന്നാലെ ഒന്നും നടക്കേണ്ടി വരില്ല എനിക്ക്. അതൊക്കെ നമ്മളിപ്പോ പറയും. സമയം തെളിഞ്ഞാലും മങ്ങിയാലും ഇതുപോലുള്ള കലാപരിപാടികൾക്ക് കൈ കൊടുത്തില്ലെങ്കിൽ പിന്നെ നമ്മുടെ ജീവിതത്തിൽ എന്തുവാടാ ഒരു ത്രില്ല്. അതും നേരാ. പക്ഷേ എന്നും ഇതുപോലൊന്നും പറ്റില്ലല്ലോ നമുക്ക്. ഹലോ, എന്താടാ? പവിത്രൻ ചേട്ടാ, ഒരു പ്രശ്നമുണ്ട്. പ്രശ്നോ? എന്ത് പ്രശ്നം? എന്നിട്ട് അവളവനെ കണ്ടോ? ഇല്ല, പക്ഷേ അവളുടെ വരവിന് പിന്നിൽ എന്തോ ദുരുദ്ദേശം ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നീ വെറും കൈയോടെ മടക്കിയത്? ഇനി ആ പെൺകൊച്ച് എന്തൊക്കെ പുലിവാല ഉണ്ടാക്കാൻ പോകുന്ന ആർക്കറിയാം. നീ ഒരു കാര്യം ചെയ്, അവനെ എത്രയും പെട്ടെന്ന് അവിടുന്ന് മാറ്റണം. അതാ സേഫ്. ചിലപ്പോ അവർക്ക് എന്തെങ്കിലും സംശയം തോന്നി ആൾക്കാരോടെ വിളിച്ചു വരുത്താൻ സാധ്യതയുണ്ട്. അല്ല, അവള് വന്നത് ഗോഡൌൺ വാങ്ങാനാണെന്നാ പറഞ്ഞ. മാങ്ങാ തൊലി. എടാ, അതിനൊന്നും അല്ല. അവളവിടെ വന്നിട്ടുണ്ടെങ്കിൽ അത് അവനെ അന്വേഷിച്ചു തന്നെയാ. ദേ രഘു, നീ വലിയ CID പണിക്കൊന്നും നിൽക്കാതെ എത്രയും പെട്ടെന്ന് അവനെ അവിടുന്ന് മാറ്റാൻ നോക്ക്. അപ്പോഴേക്കും ഞങ്ങളങ്ങ് എത്താം. ശരി ഏട്ടാ, അവനെ ഇപ്പൊ തന്നെ മാറ്റാം. ആ ശരി. എന്താ പവിത്ര, എന്താ പ്രശ്നം? താൻ ഫിനിഷ്. இன்னும் பல வீடியோக்களை காண சன் லைஃப் சேனலை சப்ஸ்கிரைப் பண்ணுங்க.